ഹലോ. രാവിലെ ഒരു മൺചട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? പറഞ്ഞുതരാം. കുറച്ച് കല്ലുപ്പ് ഒന്ന് ചൂടാക്കി പൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പകുതി മുമ്പ് പൊടിച്ചതാണ്, അതിൻ്റെ ബാക്കി ആണ് ഇട്ട് കൊടുത്തത്. ഞാനിപ്പോൾ ഒരു 2-3 വർഷത്തിൽ കൂടുതലായി പൊടിയുപ്പ് മേടിക്കാറില്ല. കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് പൊടിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. പൊടിയുപ്പിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് കംപ്ലയിൻസ് ഒക്കെ പറയുന്ന കാരണമാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കുഴഞ്ഞിരിക്കും. ഇങ്ങനെ വറുത്ത് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ കുഴഞ്ഞിരിക്കുകയില്ല, അല്ലെങ്കിൽ കല്ലുപ്പ് പൊടിക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞിരിക്കും. ആ നനവൊക്കെ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അധികം ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൺചട്ടി, വക്കൊക്കെ പൊട്ടിയ മൺചട്ടികളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങനെയുള്ളതിൽ വേണം ഈ ഉപ്പ് ചൂടാക്കിയെടുക്കാൻ. ചിലർ പറയും വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതിയെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഇതാണ് എൻ്റെ രീതി. ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ സ്റ്റവ് ഓഫ് ചെയ്യാവുള്ളൂ. അതിലെ ഈർപ്പം മുഴുവൻ അങ്ങ് വറ്റിപ്പോകണം. അപ്പം നമ്മുടെ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഉപ്പ് ആ ബർണറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിരുന്ന് തണുക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ കറണ്ട് പോകുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം രാവിലെ മീൻകറിക്കുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉപ്പൊക്കെ തണുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. മിക്സിയുടെ നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ചെറിയ ജാറെടുത്ത് അതിൽ വേണം പൊടിച്ചെടുക്കാൻ. ഞാനതിലാണ് പൊടിച്ചെടുക്കാറുള്ളത്. അപ്പം നമ്മുടെ ഉപ്പ് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പ് പാത്രത്തിലേക്ക് ഉപ്പിൻ്റെ ഭരണിയിലേക്ക് മാറ്റിയിടുകയാണ്. അപ്പോൾ ഉപ്പെല്ലാം പൊടിച്ചെടുത്ത് തീർന്നിട്ടുണ്ട്. ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇന്ന് നല്ല കാരലമീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് നെത്തോലി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോന് നെത്തോലി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അതിന് വേണ്ടിയിട്ടാണ് നെത്തോലി ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇത്രയും കറികളാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ചില ദിവസങ്ങളിലൊന്നും ചെയ്യാറില്ല. ചില ദിവസങ്ങളിൽ ജോലി തിരക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നു പോകും. അപ്പം ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ട് തേയില ഇട്ട് കൊടുക്കും. തേയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചേക്കും. അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് കുടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഗ്രീൻ ടീ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ടീ ഒന്ന് കുടിച്ചിട്ട് ഓടി വരാം. ഞാൻ കുറച്ച് റംബൂട്ടാൻ ഇവിടെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റംബൂട്ടാൻ ഓരോന്നും ഞാൻ പൊട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഫ്ലഷ് ചെത്തി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ കുരു അങ്ങ് മാറിക്കിട്ടും. ഇത് കൂഴയാണ്. അത് കാരണം പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കുരു ഫ്ലഷിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ കത്തി കൊണ്ട് ഒന്ന് ചെത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈ ഇടയ്ക്കും ടി വിയിലൊരു വാർത്ത കണ്ടു, ഒരു കുട്ടി റംബൂട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫ്ലഷ് ഒന്ന് ചെത്തി എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
അപകട സാധ്യത ഒക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് ചെത്തിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്ലഷും അതിൻ്റെ നീരും ഒക്കെ ഇങ്ങനെ കിട്ടും. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെത്തുകയാണെങ്കിൽ അതിൻ്റെ നീരെല്ലാം അങ്ങ് പുറത്തു പോകും. ഇങ്ങനെ ചെത്തുകയാണെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ നീരും വീണ് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെയാണ് ഞാൻ റംബുട്ടാൻ കഴിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ വേർതിരിച്ച് ഇങ്ങനെ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.